ചിക്കൻ കഴിക്കാറുണ്ടോ? പിന്നെ ചിക്കനും പ്രശ്നങ്ങൾ. ഇറച്ചിക്കോഴികളിൽ ബാക്ടീരിയ സാന്നിധ്യം കഴിച്ചാൽ ആരോഗ്യത്തിന് കേട്. അമിത ആന്റിബയോട്ടിക്കിന്റെ പ്രയോഗം. പെട്ടെന്ന് തൂക്കം വെക്കാനും രോഗപ്രതിരോധ ശേഷിക്കുമായി ഇറച്ചിക്കോഴികളിൽ അമിതമായി ആന്റിബയോട്ടിക്കുകൾ പ്രയോഗിക്കുന്നത് സൂക്ഷ്മജീവികൾ പെരുകാൻ കാരണമായതായി പഠനം. കേരളത്തിൽ വിൽക്കുന്ന ഇറച്ചിക്കോഴികളിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഡ്രഗ് സേഫ്റ്റി ഡിവിഷൻ്റേതാണ് കണ്ടെത്തൽ. 3 മേഖലകളായി തിരിച്ച് സാമ്പിൾ ശേഖരിച്ചതായിരുന്നു പഠനം. ഈ കോളി, ക്ലോസ്റ്റിറിഡിയം പെർഫ്രിൻജൻസ്, ക്ലബ്സില്ലിയനോമുണിയസ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അവര്. എന്റെ പൊന്ന് വായിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തോ ഒരു വലിയ സംഭവമാണ്. അവരൊക്കെ പഠിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇറച്ചിക്കോഴികൾ കഴിച്ചാൽ ആരോഗ്യത്തിന് കേട് എന്നുള്ളത്. അതായത് ഇവരിങ്ങനെ വീർപ്പിക്കാനൊക്കെ വേണ്ടി ബാക്ടീരിയാസ് ഇങ്ങനെ കുത്തിവെക്കുന്നുണ്ട് പെട്ടെന്ന് തൂക്കം വെക്കാൻ. നല്ല ആരോഗ്യമുള്ള നമ്മുടെ ഈ ജിമ്മന്മാരും മറ്റേ തടിക്കുന്ന പോലെ പ്രോട്ടീൻ അടിക്കുന്ന ചിക്കനാണ്. അതെ, ബാക്ടീരിയ സാന്നിധ്യമുള്ള ഇറച്ചിക്കോഴികൾ കഴിക്കുന്നത് ന്യൂമോണിയ, വയറിളക്കം, ത്വക്ക് രോഗം, മൂത്രാശയ, ഉദര സംബന്ധമായ അണുബാധ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പരാതങ്ങൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ജീവകോശങ്ങളെ ആക്രമിക്കുമ്പോഴാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗമുണ്ടാകുന്നത്. ഇവയെ ചെറുക്കാനാണ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അമിത ഉപയോഗം മൂലം ഇവയെ ചെറുക്കാനുള്ള കഴിവ് രോഗാണുക്കൾ ആർജിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇത് പഠിച്ചൊരു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ആന്റിബയോട്ടിക്കിനെതിരെ ബോധവൽക്കരണം നടത്തുമ്പോഴാണ് ഇറച്ചിക്കോഴികളിൽ അമിത ഉപയോഗം കണ്ടെത്തിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. സർക്കാർ ഇത് ഗൗരവമായി കാണണം എന്നാണ് പറയുന്നത്. ആന്റിബയോട്ടിക്കുകളെ പോലും നിയന്ത്രണ വിധേയമാക്കാൻ ഡോക്ടർമാരടക്കം ശ്രമിക്കുമ്പോഴാണ് ഈ ആന്റിബയോട്ടിക്കുകൾ കുത്തിവെച്ച ഇറച്ചിക്കോഴികൾ അടക്കം വരുന്നത്. ഇറച്ചിയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഡെയിലി ബേസിസിലുള്ള ഭാഗമാണ്. അതുകൊണ്ട് കോഴികളെ സൂക്ഷിക്കുക എല്ലാവരും. അമിതമായിട്ട് കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്ന് കൂടി ഓർക്കുക. അല്ല, ഞാനിപ്പോ പറഞ്ഞപ്പോഴാ കോഴികളെ സൂക്ഷിക്കുക. എല്ലാത്തരം കോഴികളെയും, ആന്റിബയോട്ടിക് അടിച്ച കോഴിയും അല്ലെങ്കിൽ ഷുഗർ കോട്ടിംഗ് ഉള്ള കോഴികളെയും എല്ലാവരെയും സൂക്ഷിക്കുക. നിങ്ങൾ എല്ലാവരും. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതാണ്ട് കോഴികളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ കോഴികൾ എന്ന് പേരുള്ള ഒന്നും അത്ര വിശ്വസിക്കുക അല്ല, ചുമ്മാ. കോഴികളെ എന്താണ് നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്താൻ നല്ലതാ അല്ലേ? നമ്മള് നാടൻ കോഴികൾ ഉപയോഗിക്കുക. പക്ഷെ വേണ്ട, കൊല ചെയ്ത് ഇനി അലമ്പാവിനി. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല, കൊല ചെയ്യാനും പറ്റില്ല. മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിച്ചോണേ. മനുഷ്യന് ബുദ്ധി കൊടുത്തതിന്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. നമുക്ക് അവരെ കൊല്ലുന്നതിലും പ്രശ്നമുണ്ട്, എന്നാൽ കഴിക്കാതിരിക്കാനും പറ്റൂല അല്ലേ? നീ ഇറച്ചിക്കോഴി കഴിക്കാതിരിക്കും? കഴിക്കും, അതിനല്ലേ ടേസ്റ്റ്. പക്ഷെ അവരെ കൊല്ലുന്ന അവർ രംഗം ഒന്ന് ആലോചിക്കും. അത് ഞാൻ കാണാറില്ല. മേടിച്ച് കണ്ടാലും കഴിക്കില്ലേ? ഒരു വിഷമം വരില്ല നമുക്ക്. പക്ഷെ കറി റെഡിയായി കഴിയുമ്പോൾ ആരാണേലും അത് ശ്രദ്ധിക്കില്ല. തീർച്ചയായിട്ടും. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മാംസം മനുഷ്യന്റെ ഉണ്ടോ? അല്ല, എല്ലാത്തിനും കൊന്ന് തിന്നുന്നോണ്ട് പറയുന്ന മനുഷ്യന്റെ മാംസമാണ് ഏറ്റവും ടേസ്റ്റി എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളും ഉണ്ട്. ഹാനിബൽ മൂഡിലുള്ള സിനിമകളൊക്കെ കാണാം. ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അത്ഭുത ദ്വീപിനകത്ത്. അതെ, അത്ഭുത ദ്വീപിനകത്ത്. അല്ല, അങ്ങനെയല്ല, വേറെ കുറെ സിനിമകളുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, കോഴികൾ ആന്റിബയോട്ടിക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിക്കുക, കഴിക്കുന്നവരെ സൂക്ഷിക്കുക, ഒഴിവാക്കാൻ നോക്കുക, പച്ചക്കറിയിലോട്ട് തിരിയുക. എനിക്ക് അത്രേ പറയാനുള്ളൂ അല്ലേ? അതെ, എല്ലാ ദിവസവും ഇങ്ങനെ ചിക്കൻ തന്നെ നിർബന്ധമുള്ളവരൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക. അതെ, മാറ്റിപ്പിടിക്കുന്നത് അതൊന്ന് സൂക്ഷിക്കുക. അത് വളരെ നല്ലതായിരിക്കും. അല്ലെ ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിലെ പോലെ ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ ആക്കാം. അതെ, അതാകുമ്പോൾ കുഴപ്പമില്ല. അത്രത്തോളം സൂക്ഷ്മാണുക്കളും ബാക്ടീരിയസ് ഒന്നും നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കത്തില്ല. പിന്നെ അതിനെ നമുക്ക് ബാക്ടീരിയകളില്ലാത്ത ചിക്കൻ മേടിക്കട്ടെ എന്ന് പറയാം. അതെ, നമുക്ക് അങ്ങനെ